നമസ്കാരം, മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. യുഎസിലെ മിനിയാപോളിസിൽ 2 വിദ്യാർത്ഥികളെ വെടിവെച്ച് കൊലപ്പെടുത്തിയ സംഭവത്തിലെ കൂടുതൽ വിവരങ്ങൾ പുറത്തുവരുമ്പോൾ തെളിയുന്നത് അതിക്രമിയുടെ മാനസിക വൈകല്യമാണ്. 23 വയസ്സ് മാത്രം പ്രായമുള്ള റോബിൻ വെസ്റ്റ്മാൻ എന്ന ട്രാൻസ് വിമൺ ആണ് മിനിയാപോളിസിലെ കത്തോലിക് സ്കൂളിലെ വിദ്യാർത്ഥികൾക്ക് നേരെ വെടിയുതിർത്തത് എന്നാണ് റിപ്പോർട്ട്. റോബിൻ വെസ്റ്റ്മാന്റെ യൂട്യൂബ് ചാനലിൽ ഇന്ത്യ വിരുദ്ധതയുണ്ട്. അമേരിക്കൻ പ്രസിഡന്റ് ട്രംപിനെ ശത്രുവായും പ്രഖ്യാപിച്ചിട്ടുണ്ട്. തന്റെ കൈവശമുള്ള തോക്കുകൾ അടക്കം പ്രദർശിപ്പിച്ചിട്ടുള്ള വീഡിയോകളാണ് ഇയാൾ യൂട്യൂബ് ചാനലിൽ അപ്ലോഡ് ചെയ്തിരിക്കുന്നത്. ഈ തോക്കുകളിൽ ട്രംപിനെ കൊല്ലുക എന്നും ഇന്ത്യക്ക് നേരെ ആണവായുധം പ്രയോഗിക്കുക എന്ന അർത്ഥം വരുന്ന ന്യൂക്ക് ഇന്ത്യ എന്നും കൊത്തിവച്ചിരിക്കുന്നത് കാണാം. ട്രംപിനെ ഇപ്പോൾ കൊല്ലണം, ഇസ്രായേൽ തകരണം, ഇസ്രായേലിനെ ചാമ്പലാക്കണം എന്നീ വാക്കുകളും ഉണ്ട്. നിങ്ങളുടെ ദൈവം എവിടെ, കുട്ടികൾക്ക് വേണ്ടി എന്നിവയും ആയുധങ്ങളിൽ എഴുതിയിട്ടുണ്ട്. അതേസമയം വെടിവെപ്പിന് പിന്നാലെ പ്രതിയുടെ ചാനൽ യൂട്യൂബ് നീക്കം ചെയ്തു. ആകെ 2 വീഡിയോകളാണ് പ്രതിയുടെ യൂട്യൂബ് ചാനലിൽ ഉണ്ടായിരുന്നത്. ഈ വീഡിയോകളിലാണ് തോക്കുകളും വെടിക്കോപ്പുകളും പ്രതി പ്രദർശിപ്പിച്ചിരിക്കുന്നത്. ഒരു വീഡിയോയിൽ ഒരു ചെറിയ തോക്ക് കയ്യിലെടുത്ത് ആവശ്യം വന്നാൽ ഇത് തനിക്കുള്ളതാണ് എന്ന് പ്രതി പറയുന്നു. ക്ഷമ ചോദിച്ച് കുടുംബത്തിനായി എഴുതിയ 4 പേജുള്ള കത്തും ഒരു വീഡിയോയിൽ പ്രദർശിപ്പിച്ചിട്ടുണ്ട്. സ്കൂളിൽ നേരത്തെ വെടിവെപ്പ് നടത്തിയ ചില അക്രമികളുടെ പേരുകളും പ്രതി തന്റെ തോക്കുകളിൽ എഴുതി വെച്ചിരിക്കുന്നുണ്ട്. സിറിലിക് ലിപിയിൽ എഴുതിയ നിരവധി പേജുകളുള്ള കത്തുകൾ വീഡിയോയിൽ കാണിച്ചിരുന്നു. റൈഫിളും ഷോട്ട് ഗണ്ണും പിസ്റ്റലും ഉൾപ്പെടെ 3 തോക്കുകൾ ഉപയോഗിച്ചാണ് റോബിൻ വെസ്റ്റ്മാൻ ആക്രമണം നടത്തിയത് എന്നാണ് റിപ്പോർട്ട്. നിരവധി തവണയാണ് ഇയാൾ വിദ്യാർത്ഥികൾക്ക് നേരെ വെടിയുതിർത്തത്. ഇതിന് പിന്നാലെ പ്രതി സ്വയം വെടിയുതിർത്ത് മരിച്ചുവെന്നാണ് റിപ്പോർട്ട്. റോബോട്ട് എന്നായിരുന്നു പ്രതിയുടെ ആദ്യത്തെ പേര്. 2020-ലാണ് ഇയാൾ സ്ത്രീയായി മാറിയത് എന്നും റിപ്പോർട്ടിൽ പറയുന്നു. പ്രാർത്ഥനാ ചടങ്ങിനിടെയായിരുന്നു ആക്രമണം. വെടിവെപ്പിൽ 2 വിദ്യാർത്ഥികൾ കൊല്ലപ്പെട്ടു. 17 വിദ്യാർത്ഥികൾക്ക് പരിക്കേൽക്കുകയുണ്ടായി. ആക്രമണത്തിന് പിന്നാലെ സ്കൂളിന്റെ പാർക്കിംഗിൽ ഇയാളെ വെടിയേറ്റ് മരിച്ച നിലയിൽ കണ്ടെത്തുകയായിരുന്നു. പ്രതിയുടെ അവസാന കുറിപ്പ് പുറത്തുവരികയും ചെയ്തു. കൂട്ടക്കൊലയ്ക്ക് ക്ഷമ ചോദിക്കുകയും കുടുംബാംഗങ്ങളോട് പേര് മാറ്റി ജീവിതത്തിൽ മുന്നോട്ട് പോകാൻ ആവശ്യപ്പെടുകയും ചെയ്യുന്നുണ്ട് ഈ കത്തിൽ. ജീവിതത്തെ വെറുക്കാൻ പ്രേരിപ്പിച്ചതിന് ലോകത്തെ കുറ്റപ്പെടുത്തുന്നുമുണ്ട്. റോബിൻ W എന്ന പേരിൽ ഇയാൾക്കൊരു യൂട്യൂബ് ചാനൽ ഉണ്ടായിരുന്നു. ഈ ചാനൽ വഴിയാണ് കുടുംബത്തിനും സുഹൃത്തുക്കൾക്കുമായി 4 പേജുള്ള കത്ത് എഴുതിയിരിക്കുന്നത്. താൻ ചെയ്യാൻ പോകുന്ന പ്രവൃത്തിയുടെ പ്രത്യാഘാതം മനസ്സിലാക്കിക്കൊണ്ടാണ് പ്രതി കുടുംബത്തോടും സുഹൃത്തുക്കളോടും ജീവിതത്തിൽ മുന്നോട്ട് പോകാൻ ആവശ്യപ്പെടുന്നത്. തന്റെ പ്രവൃത്തികൾ ജീവിതത്തിൽ ഉണ്ടാകുന്ന പ്രത്യാഘാതങ്ങൾക്ക് കുടുംബത്തോടും സുഹൃത്തുക്കളോടും പ്രതി ഈ കത്തിലൂടെ ക്ഷമ ചോദിക്കുന്നുമുണ്ട്. തന്നെ നല്ല വ്യക്തിയായി വളർത്തിയതിനും ആത്മഹത്യയെക്കുറിച്ചും സ്വഭാവത്തെക്കുറിച്ചും പഠിപ്പിച്ചതിനും മാതാപിതാക്കളെ അഭിനന്ദിക്കുന്ന ഇയാൾ ലോകത്തെയാണ് തന്റെ ചെയ്തികൾക്ക് കുറ്റപ്പെടുത്തുന്നത്. ദാരുണമായ സംഭവം FBI അന്വേഷിക്കും. സ്ഥിതിഗതികൾ വിലയിരുത്തുകയാണ് എന്ന് അമേരിക്കൻ പ്രസിഡന്റ് ട്രംപ് അറിയിച്ചു. റോബിൻ വെസ്റ്റ്മാൻ മുമ്പ് റോബോട്ട് വെസ്റ്റ്മാൻ എന്ന പേരിലാണ് അറിയപ്പെട്ടിരുന്നത്. 2020-ൽ 17 വയസ്സുള്ളപ്പോൾ പേര് മാറ്റി റോബിൻ എന്നാക്കി. 2017-ൽ അനൗൺസിയേഷന്റെ ഗ്രേഡ് സ്കൂളിൽ നിന്ന് ബിരുദം നേടി. ഒരു സ്കൂളിലെ ജീവനക്കാരിയായിരുന്നു റോബിന്റെ അമ്മ. റൈഫിൾ, ഷോട്ട് ഗൺ, പിസ്റ്റൾ എന്നിവ ഉപയോഗിച്ചായിരുന്നു വെസ്റ്റ്മാൻ സ്കൂൾ ആക്രമണം നടത്തിയിരുന്നത് എന്നാണ്. ഇയാൾക്ക് ക്രിമിനൽ ചരിത്രമില്ല എന്നും പോലീസ് അറിയിക്കുന്നു. ഇയാളുടെ സുഹൃത്തുക്കളിൽ നിന്നും അടുത്ത ബന്ധുക്കളിൽ നിന്നും പോലീസ് വിവരങ്ങൾ ശേഖരിക്കാൻ ആരംഭിച്ചിട്ടുണ്ട്. സ്കൂളിനോട് ചേർന്ന പള്ളിയിൽ പ്രാർത്ഥനയിൽ പങ്കെടുക്കുന്ന വിദ്യാർത്ഥികൾക്ക് നേരെയാണ് റോബിൻ വെസ്റ്റ്മാൻ ഈ ഒരു വെടി ഉതിർത്തിരിക്കുന്നത്. പള്ളിയിലെ ജനാലയിലൂടെയായിരുന്നു വിദ്യാർത്ഥികൾ ലക്ഷ്യമാക്കി വെടിവെച്ചത് എന്നാണ് പോലീസ് അറിയിച്ചിരിക്കുന്നത്.